നമസ്കാരം. ഇന്നത്തെ ഈ വിശദമായ ചർച്ചയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ രസകരമായ എന്നാൽ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു അപ്രതീക്ഷിത സംഭവത്തെക്കുറിച്ചാണല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ അതൊരു പ്രശ്നപരിഹാരത്തിന്റെ വലിയൊരു പാഠമാണ്. ഈ സംഭവം നടക്കുന്നത് രാത്രി കൃത്യം 9:30 മണിക്കാണ്. എല്ലാം അടച്ചുപൂട്ടി ഇന്നത്തെ പണിയൊക്കെ തീർന്നു എന്ന് കരുതി വീട്ടിൽ പോകാൻ നിൽക്കുന്ന ഒരു ചെറിയ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ്. സാധാരണ ഒരു ദിവസത്തിന്റെ അവസാനം. ശരിയാ. ആ ഷട്ടറുകൾ താഴേക്ക് വലിച്ചിടുന്ന ശബ്ദത്തിനിടയിലേക്കാണ് പൊടുന്നനെ ഒരു ജീപ്പ് വന്ന് നിൽക്കുന്നത്. അതിൽ നിന്നും വളരെ പരിഭ്രാന്തിയോടെ തീർത്തും ക്ഷീണിതനായ ഒരു 70 വയസ്സുകാരൻ പുറത്തിറങ്ങുന്നു. ശരിക്കും വല്ലാത്തൊരവസ്ഥയാണത്. ആ സമയത്ത് അങ്ങനെ ഒരാൾ വരുമ്പോൾ തന്നെ എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാമല്ലോ. തീർച്ചയായും. ജീപ്പിലെ ഡ്രൈവറുടെ സഹായത്തോടെ അദ്ദേഹം പുറത്തേക്കെടുത്തത് 2 അടി നീളമുള്ള നല്ല ഭാരമുള്ള ഒരു ഇരുമ്പ് ഷാഫ്റ്റാണ്. ഒരു വലിയ ഫാക്ടറിയിലെ മെഷീന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. പിറ്റേന്ന് രാവിലെ ആ ഫാക്ടറി പ്രവർത്തിക്കണമെങ്കിൽ ആ ഷാഫ്റ്റ് കൂടിയേ തീരൂ. അതെ, പക്ഷേ അവിടെ വലിയൊരു പ്രശ്നമുണ്ട്. ആ ഷാഫ്റ്റ് പ്രവർത്തിക്കാൻ ഏറ്റവും അത്യാവശ്യമായ ഒരു ചെറിയ ലോഹ കഷ്ണം, അതായത് നമ്മൾ കീ എന്ന് വിളിക്കുന്ന ഒരു സാധനം, അത് വാങ്ങാൻ അദ്ദേഹം മറന്നുപോയിരുന്നു. ഓ, അതൊരു വലിയ പിഴവാണല്ലോ. അതെ, ആ ചെറിയ പിഴവ് കാരണം പിറ്റേന്ന് അയാളുടെ ഫാക്ടറി മുഴുവൻ പൂട്ടേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ സംഭവത്തെക്കുറിച്ചാണ്. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ ജോലിയിലോ ഉത്തരവാദിത്തത്തിലോ പെടാത്ത ഒരു കാര്യം തീർത്തും അപ്രതീക്ഷിതമായി നിങ്ങളോട് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ നിങ്ങൾ എന്തു ചെയ്യും? അതും യാതൊരു മുൻപരിചയവുമില്ലാത്തൊരു കാര്യം അല്ലേ? അതെ, അതാണ് പ്രധാനം. ഈ ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ വർക്ക്ഷോപ്പിന് മുന്നിലെ ഇരുട്ടിലേക്ക് ഒന്ന് തിരികെ പോകാം. ആ ഒരു സാഹചര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ആ 70 വയസ്സുകാരൻ വന്നത് തൊട്ടടുത്തുള്ള മറ്റൊരു ജില്ലയിൽ നിന്നുമാണ്. ആ ഷാഫ്റ്റ് നിർമ്മിച്ചു നൽകിയ കട തത്തുക്ഷണം അടയ്ക്കുകയും ചെയ്തു. അതായത് ഇനി ആ ചെറിയ കീയില്ലാതെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയിട്ട് യാതൊരു കാര്യവുമില്ല. അതെ, ഇനി പോകാതിരിക്കണമെങ്കിൽ ആ രാത്രി സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനാവാതെ എവിടെയെങ്കിലും ഒരു ലോഡ്ജിൽ മുറിയെടുക്കണം. എന്നിട്ട് രാവിലെ ആ കട തുറക്കുന്നതുവരെ കാത്തിരിക്കണം. അതൊരു സാധാരണ ബുദ്ധിമുട്ടല്ല. 70 വയസ്സുള്ള ഒരാൾക്ക് അതത്ര എളുപ്പമുള്ള കാര്യമല്ല. തീർച്ചയായും. ആ പ്രായത്തിലുള്ള ഒരാൾക്ക്, അതും തീർത്തും അപരിചിതമായൊരു സ്ഥലത്ത് അനുഭവിക്കേണ്ടി വരുന്ന ശാരീരികവും മാനസികവുമായ സമ്മർദ്ദം, അത് വളരെ വലുതാണ്. ഇത് കേൾക്കുമ്പോഴെനിക്ക് ഓർമ്മ വരുന്നത് മറ്റൊരു സാഹചര്യമാണ്. ഒരു അർദ്ധരാത്രിയിൽ വിജനമായൊരു ഹൈവേയിലൂടെ നമ്മൾ കാർ ഓടിച്ചു പോവുകയാണെന്ന് കരുതുക. പെട്ടെന്ന് വണ്ടി ഓഫാവുന്നു. ആഹാ, എന്നിട്ട് എന്താണ് പ്രശ്നമെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് എഞ്ചിനിലെ വെറുമൊരു 10 രൂപ വില വരുന്ന ഒരു ചെറിയ ഫ്യൂസ് അടിച്ചുപോയതാണ് എന്ന്. ലക്ഷങ്ങൾ വിലയുള്ള ആ വലിയ വാഹനം, 100 കണക്കിന് കുതിരശക്തിയുള്ള എഞ്ചിൻ, എല്ലാം വെറുമൊരു 10 രൂപയുടെ ഫ്യൂസിന് മുന്നിൽ നിശ്ചലമാവുകയാണ്. അതെ, ആ കാറിൽ നമ്മുടെ കുടുംബവും കുട്ടികളുമൊക്കെ ഉണ്ടെങ്കിൽ ആ പാതിരാത്രിയിലുള്ള നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഏകദേശം അതുപോലൊരു പ്രതിസന്ധിയല്ലേ ആ ഫാക്ടറി ഉടമയും അവിടെ നേരിടുന്നത്? വളരെ കൃത്യമായ ഒരു ഉപമയാണത്. ആ കാറിലെ ഫ്യൂസ് പോലെ തന്നെയാണ് ഇവിടെ ആ ചെറിയ കീ. ഒരു ഫാക്ടറിയിലെ വലിയ യന്ത്രങ്ങളെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഒരു വലിയ സിസ്റ്റം മുഴുവൻ ഏറ്റവും ചെറിയൊരു ഘടകത്തെ ആശ്രയിച്ചു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. ശരിയാ. ഇതിനെയാണ് നമ്മൾ സാധാരണയായി ഒരു ബോട്ടിൽ നെക്ക് എന്ന് വിളിക്കാറുള്ളത്. ആ ചെറിയ ലോഹകഷ്ണമില്ലാത്തതുകൊണ്ട് പിറ്റേന്ന് രാവിലെ ആ ഫാക്ടറിയിലെ തൊഴിലാളികൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഉൽപാദനം പൂർണ്ണമായും മുടങ്ങും. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാകും, അല്ലേ? അതെ, ഒരു മനുഷ്യനെ സംബന്ധിച്ച് കടുത്ത അനിശ്ചിതത്വം നിറഞ്ഞ ഒരു നിമിഷമാണത്. പക്ഷേ എനിക്കിവിടെ ഒരു സംശയമുണ്ട്. ഈ വർക്ക്ഷോപ്പ് ഉടമയായ വിൻസെന്റിന്റെ കട ഒരു ഇലക്ട്രിക്കൽ വൈൻഡിംഗ് വർക്ക്ഷോപ്പാണ്. മോട്ടോറുകളുടെ കോയിലുകൾ മാറ്റുക, വയറിംഗ് ചെയ്യുക, ഇതൊക്കെയാണല്ലോ അദ്ദേഹത്തിന്റെ പണി. ഇരുമ്പ് പണികളുമായി അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ തന്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യന് വലിയ പ്രശ്നമുണ്ടെങ്കിൽ കൂടിയും, ഇതൊരു ഇലക്ട്രിക്കൽ കടയായതുകൊണ്ട് തന്നെ എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നതല്ലേ ശരി? എന്നോ? അതെ, വിൻസെന്റിനെ സംബന്ധിച്ച് അങ്ങനെയല്ലേ പറയേണ്ടത്. പ്രായോഗികമായി ചിന്തിച്ചാൽ അതല്ലാതെ മറ്റൊരു വഴിയുമില്ല. വാസ്തവത്തിൽ വിൻസെന്റ് ആദ്യം ചെയ്തതും അതുതന്നെയാണ്. ഓ, അദ്ദേഹം ആദ്യം അങ്ങനെയാണോ പറഞ്ഞത്? അതെ, തന്റെ കട ഇലക്ട്രിക്കൽ വൈൻഡിംഗ് ചെയ്യുന്നതാണെന്നും ഈ ഇരുമ്പ് ഷാഫ്റ്റുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ആ മനുഷ്യനോട് പറയുന്നുണ്ട്.
ആ മറുപടി കേട്ട് പൂർണ്ണ നിരാശയോടെ ഗതികേടോടെ ആ വൃദ്ധൻ തന്റെ ജീപ്പിനടുത്തേക്ക് തിരിഞ്ഞു നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ആ കഥ അവസാനിക്കേണ്ടതായിരുന്നു. എനിക്കും അങ്ങനെയാണ് തോന്നിയത്. നമ്മളിൽ ഭൂരിഭാഗം പേരും അവിടെ ആ ഷട്ടർ താഴ്ത്തി വീട്ടിൽ പോയി കിടന്നുറങ്ങും. എന്നാൽ തിരിഞ്ഞു നടക്കുന്ന ആ മനുഷ്യനെ കാണുമ്പോൾ വിൻസെന്റിന് വല്ലാത്തൊരു കുറ്റബോധം തോന്നും. അതെ, ഒരു സഹജീവി സ്നേഹം. ബുദ്ധിമുട്ടിലായ ഒരു മനുഷ്യനെ സഹായിക്കാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന ചിന്ത അദ്ദേഹത്തെ അലട്ടുന്നു. അദ്ദേഹം വേഗം അയാളെ തിരികെ വിളിക്കുകയാണ്. എന്നിട്ട് ആ ഡ്രൈവറും ആ വൃദ്ധനും കൂടി ആ ഇരുമ്പ് ഷാഫ്റ്റുമായി തിരികെ വന്ന് വിൻസെന്റിന്റെ മേശപ്പുറത്ത് വയ്ക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ഷാഫ്റ്റ് തന്റെ മേശപ്പുറത്ത് വെച്ചു കഴിഞ്ഞാൽ ആ ജോലി പൂർത്തിയായി എന്ന് തന്നെയാണ് അർത്ഥം എന്ന് വിൻസെന്റ് പറയുന്നുണ്ട്. ആ ഒരു ആത്മവിശ്വാസം നോക്കൂ. ശരിക്കും ആ നിമിഷമാണ് ഈ സംഭവത്തെ തികച്ചും വ്യത്യസ്തമാക്കുന്നത്. മനുഷ്യന്റെ സഹാനുഭൂതി നമ്മളെക്കൊണ്ട് എങ്ങനെയാണ് അസാധ്യമായ കാര്യങ്ങൾ ചെയ്യിക്കുന്നത് എന്ന് ഇവിടെ വ്യക്തമാകുന്നു. സഹതാപവും സഹാനുഭൂതിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതൊന്ന് വിശദമാക്കാമോ? അയ്യോ പാവം, ഈ പ്രായത്തിൽ ഇയാൾക്ക് ഈ രാത്രിയിൽ ഈ ഗതി വന്നല്ലോ എന്ന് വെറുതെ ചിന്തിക്കുന്നതാണ് സഹതാപം. എന്നാൽ സഹാനുഭൂതി അഥവാ എംപതി എന്നത് മറ്റൊരാളുടെ പ്രശ്നം സ്വന്തം പ്രശ്നമായി ഏറ്റെടുക്കലാണ്. അതായത് പ്രായോഗികമായ ഒരു ഇടപെടൽ നടത്തുക. അതെ, അതിനൊരു പരിഹാരം കാണാനുള്ള ശ്രമം. അവിടെ വിൻസെന്റ് വെറുമൊരു കച്ചവടക്കാരനല്ലാതായി മാറുന്നു. അത് ശരിയാണ്. വിൻസെന്റിന്റെ ഉദ്ദേശം വളരെ നല്ലതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതൊരിക്കലും അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യമുള്ള മേഖലയല്ല എന്നതാണ്. തീർച്ചയായും അല്ല. വലിയ റിസ്ക്കാണ്. ഒരുപക്ഷെ ഇത് ചെയ്യാൻ ശ്രമിച്ച് ഒടുവിൽ പരാജയപ്പെട്ടാൽ അത് ആ വൃദ്ധനെ കൂടുതൽ നിരാശനാക്കുകയല്ലേ ഉള്ളൂ. ആദ്യം തന്നെ ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ വലിയ സങ്കടമല്ലേ വെറുതെ പ്രതീക്ഷ കൊടുത്തിട്ട് അതില്ലാതാക്കുന്നത്? ആ റിസ്ക് അവിടെ തീർച്ചയായുമുണ്ട്. ഒരുപക്ഷേ വിൻസെന്റിന് മുൻപരിചയമില്ലാത്തത് മാത്രമല്ല അവിടെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഈ പറയുന്ന ഷാഫ്റ്റ് പ്രവർത്തിക്കുന്നത് വളരെ ഉയർന്ന വേഗതയിലായിരിക്കും. ഫാക്ടറിയിലെ മെഷീനല്ലേ? അതെ. അപ്പോൾ അതിലെ സ്ലോട്ടിലേക്ക്, അതായത് ആ വിടവിലേക്ക് വെക്കുന്ന കീ 100% കൃത്യതയുള്ളതായിരിക്കണം. ഒരൽപ്പം ചെറുതായാൽ മെഷീൻ പ്രവർത്തിക്കുമ്പോൾ അത് ഇളകിത്തെറിച്ചു പോകും. ഒരൽപ്പം വലുതായാലോ? വിടവിലേക്ക് അത് കയറുകയുമില്ല. ഇത്തരം കാര്യങ്ങള് കൃത്യമായി അളക്കാൻ എഞ്ചിനീയർമാർ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ വേർണിയർ കാലിപ്പർ പോലുള്ള ഉപകരണങ്ങളാണ്. മില്ലിമീറ്ററിന്റെ 10-1 കൃത്യതയൊക്കെ അളക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ. ഓ, അത്രയും സൂക്ഷ്മമായ അളവുകൾ. അതെ. എന്നാൽ വിൻസെന്റിന്റെ പക്കൽ അത്തരം യാതൊരുവിധ ഉപകരണങ്ങളുമില്ല. കേവലം അടിസ്ഥാന ഉപകരണങ്ങൾ മാത്രമാണ് അവിടെയുണ്ടായിരുന്നത്. എന്നിട്ടും അദ്ദേഹം പിന്മാറുന്നില്ല എന്നതാണ് അത്ഭുതം. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു പരന്ന ഇരുമ്പ് കഷ്ണമെടുത്ത് ബെഞ്ച് വൈസിൽ ഉറപ്പിച്ചു. എന്നിട്ട് ഒരു സാധാരണ ഫ്രെറ്റ്സോ ഉപയോഗിച്ച് അത് മുറിച്ചെടുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. നമ്മൾ ഈ സംസാരിക്കുന്ന ആ ചെറിയ ഇരുമ്പ് കഷ്ണത്തിന്റെ വലിപ്പം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? എത്ര വരും? വെറുമൊരു ആസ്പിരിൻ ഗുളികയുടെ പകുതി മാത്രം വലിപ്പം. അത്രയും ചെറിയൊരു സാധനമാണ് അദ്ദേഹം ആ രാത്രിയിൽ വെളിച്ചക്കുറവുള്ളൊരു കടയിലിരുന്ന് മുറിച്ചെടുക്കുന്നത്. ശരിക്കും ആ ചെറിയ ഇരുമ്പ് കഷ്ണം മുറിച്ചെടുക്കുക എന്നത് തന്നെ വളരെ ശ്രമകരമായൊരു ജോലിയാണ്. എന്നാൽ അവിടെ ഒരു പുതിയ പ്രതിസന്ധി ഉടലെടുക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പെർഫെക്റ്റ് ഫിറ്റിംഗിന്റെ പ്രശ്നം. എന്താ സംഭവിച്ചത്? വിൻസെന്റ് മുറിച്ചുണ്ടാക്കിയ ആ ചെറിയ കഷ്ണം ഷാഫ്റ്റിലെ സ്ലോട്ടിലേക്ക് കയറുന്നില്ല. അതിനൊരൽപ്പം കനം കൂടുതലായിരുന്നു. ഓ, പ്രതീക്ഷകൾ മുഴുവൻ തകർന്നു പോകുന്ന നിമിഷം. അതെ. ഇത് കണ്ട് ആ വൃദ്ധന്റെ വായിൽ നിന്നും അറിയാതെ "ഓ നോ" എന്ന വാക്കുകൾ പുറത്തുവരുന്നു. എല്ലാം അവസാനിച്ചു എന്ന് അദ്ദേഹം കരുതിയ നിമിഷം. ആ ഫാക്ടറി ഉടമയുടെ നിരാശ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ നിർമ്മാണ പ്രക്രിയയെക്കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നത് വേറൊരു കാര്യത്തിലാണ്. എന്താണത്? ഒരു ആസ്പിരിൻ ഗുളികയുടെ പകുതി മാത്രം വലിപ്പമുള്ള ഒരു ഇരുമ്പ് കഷ്ണത്തിന് കനം കൂടുതലാണെങ്കിൽ അത് വീണ്ടും ഉരച്ച് ശരിയാക്കുക എന്നത് അസാധ്യമല്ലേ? വളരെ ബുദ്ധിമുട്ടാണ്. ഉദാഹരണത്തിന് നമ്മൾ കട്ടിയുള്ള വിന്റർ ഗ്ലൗസ് ധരിച്ചുകൊണ്ട് ഒരു ചെറിയ സൂചിയിൽ നൂല് കോർക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അതുപോലെയല്ലേ ഇത്? അത്രയും ചെറിയ ഒരു ലോഹക്കഷണം വെറും കൈകൊണ്ട് പിടിച്ച് സ്വന്തം വിരലുകൾക്ക് പരിക്കേൽക്കാതെ എങ്ങനെ വീണ്ടും ഫയൽ ചെയ്ത് ശരിയാക്കും? അതെ. അതിനെ ബെഞ്ച് വൈസിൽ വെച്ച് മുറുക്കാനും കഴിയില്ലല്ലോ. കാരണം അത് അത്രയും ചെറുതാണ്. കൃത്യമായി പറഞ്ഞാൽ അപ്പോൾ പിന്നെ എന്താണ് വഴി? നിങ്ങൾ ഉന്നയിച്ച ആ സൂചിയുടെയും നൂലിന്റെയും ഉപമ വളരെ കൃത്യമാണ്. അവിടെയാണ് യഥാർത്ഥ എഞ്ചിനീയറിംഗ് വെല്ലുവിളി കിടക്കുന്നത്. ഇരുമ്പുരച്ച് കളയാനുപയോഗിക്കുന്ന ഫയല് വളരെ പരുക്കനായ ഒന്നാണ്.
ആസ്പിരിൻ ഗുളികയുടെ പകുതിയുള്ള ഒരു സാധനം 2 വിരലുകൾക്കിടയിൽ പിടിച്ച് ഫയൽ ചെയ്യാൻ ശ്രമിച്ചാൽ ഇരുമ്പിനൊപ്പം സ്വന്തം വിരലുകളിലെ തൊലിയും മാംസവും ഉരഞ്ഞുപോകും. തീർച്ചയായും അത് അപകടമാണ്. ഒരു സാധാരണക്കാരൻ അവിടെ വെച്ച് പരാജയം സമ്മതിക്കും. എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ വൃദ്ധനെ മടക്കി അയക്കും. പക്ഷെ വിൻസെന്റ് അങ്ങനെയല്ല ചെയ്തത്. നമ്മള് സ്ട്രീറ്റ് സ്മാർട്ട്നെസ് എന്നൊക്കെ പറയില്ലേ? അതെ, പുസ്തകങ്ങളിൽ നിന്നല്ലാതെ കിട്ടുന്ന അറിവ്. കൃത്യം. ഔപചാരികമായ വിദ്യാഭ്യാസത്തിൽ നിന്നല്ലാതെ അനുഭവങ്ങളിൽ നിന്നും സ്വന്തം ചിന്താശേഷിയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന പ്രായോഗിക ബുദ്ധി. അതിന്റെ ഏറ്റവും മികച്ച രൂപമാണ് നമ്മൾ അവിടെ കാണുന്നത്. വിൻസെന്റ് ചെയ്ത ആ ബുദ്ധിപരമായ പരിഹാരം എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. നമ്മളാരും ചിന്തിക്കാത്തൊരു വഴിയാണത്. അദ്ദേഹം പെട്ടെന്ന് വളരെ മൃദുവായ ഒരു മരക്കഷ്ണമെടുത്തു. എന്നിട്ട് ആ ചെറിയ ലോഹക്കഷ്ണം ഒരു ചുറ്റിക കൊണ്ട് പതുക്കെ അടിച്ച് ആ മരക്കഷ്ണത്തിലേക്ക് ഇറക്കി ഉറപ്പിച്ചു. അതായത് ആ മരക്കഷ്ണം ഇപ്പോൾ ഒരു ഹാൻഡിൽ പോലെ പ്രവർത്തിക്കുകയാണ്. അതെ, അതൊരു കിടിലൻ ആശയമാണ്. ലോഹക്കഷ്ണത്തിന്റെ അധികമുള്ള കട്ടിയുള്ള ഭാഗം മാത്രം മരത്തിൽ നിന്നും പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് അദ്ദേഹം അത് അടിച്ചിറക്കിയത്. ഇതൊരു ഗംഭീരമായ എഞ്ചിനീയറിംഗ് പ്രയോഗമാണ്. അദ്ദേഹം അവിടെ ചെയ്തത് സ്വന്തമായി ഒരു കസ്റ്റം ജിഗ് ഉണ്ടാക്കുകയാണ്. മൃദുവായ മരക്കഷ്ണം ഉപയോഗിച്ചതിലൂടെ ആ ചെറിയ ലോഹത്തിന് കേടുപാടുകൾ സംഭവിച്ചില്ല. എന്നാൽ അത് ആ മരത്തിൽ കൃത്യമായി ഉറപ്പിക്കാൻ കഴിയുകയും ചെയ്തു. അതെ. പിന്നീട് ആ മരക്കഷ്ണം ബെഞ്ച് വൈസിൽ ഉറപ്പിച്ച ശേഷം പുറത്തേക്ക് നിൽക്കുന്ന ലോഹഭാഗം മാത്രം ആവശ്യമായ കനത്തിൽ വളരെ എളുപ്പത്തിൽ യാതൊരു അപകടവുമില്ലാതെ അദ്ദേഹത്തിന് ഉരച്ച് ശരിയാക്കാൻ കഴിഞ്ഞു. വളരെ ബുദ്ധിപരം തന്നെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വലിയ വില കൂടിയ യന്ത്രങ്ങളല്ല, മറിച്ച് മനുഷ്യന്റെ ചിന്താശേഷിയാണ് ഏറ്റവും വലിയ ആയുധം. ഒരു CNC മെഷീനോ ലേസർ കട്ടറോ ഒക്കെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷേ ഈ ലളിതമായ ബുദ്ധി തോന്നണമെന്നില്ല. സത്യത്തിൽ നമ്മുടെ പരിമിതികളല്ലേ പലപ്പോഴും ഏറ്റവും മികച്ച കണ്ടുപിടുത്തങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. വിൻസെന്റിന്റെ വർക്ക്ഷോപ്പിൽ വില കൂടിയ മൈക്രോ മില്ലിംഗ് മെഷീനുകളോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ ആ മരക്കഷ്ണത്തിന്റെ ആശയം ഒരിക്കലും ജനിക്കില്ലായിരുന്നു. ശരിയാണ്. ഇല്ലായ്മകളാണ് അവിടെ അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് മൂർച്ച കൂട്ടിയത്. ഒടുവിൽ ആ മരക്കഷ്ണത്തിൽ നിന്നും പുറത്തെടുത്ത ആ ചെറിയ കീ ഷാഫ്റ്റിലെ സ്ലോട്ടിലേക്ക് വെച്ചു നോക്കുമ്പോൾ അത് കൃത്യമായി ചേരുന്നു. ഒരു പെർഫെക്റ്റ് ഫിറ്റിംഗ്. അതവിടെ കൃത്യമായി ഇരുന്നപ്പോൾ ആ വർക്ക്ഷോപ്പിലുണ്ടായ ആശ്വാസം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. തീർച്ചയായും. ഇനി നമ്മൾ ആ വൃദ്ധന്റെ പ്രതികരണത്തിലേക്കൊന്ന് നോക്കണം. എല്ലാം നഷ്ടപ്പെട്ടു, പിറ്റേന്ന് എന്റെ ഫാക്ടറി പൂട്ടും എന്ന് കരുതിയ ഒരു മനുഷ്യന്റെ മുന്നിലേക്ക് ഒരു അത്ഭുതം പോലെ പരിഹാരം വരികയാണ്. അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായ വികാരങ്ങൾ വാക്കുകൾക്കതീതമായിരുന്നു. അത്ഭുതം, അതിയായ സന്തോഷം, ഒരു അപരിചിതനായ മനുഷ്യനോടുള്ള ആദരവ്, പിന്നെ തീർത്താൽ തീരാത്ത നന്ദി, അങ്ങനെയെല്ലാം കലർന്നൊരു ഭാവം. അതെ, തനിക്ക് തിരികെ കിട്ടിയത് തന്റെ ഫാക്ടറിയുടെ ജീവനാണ് എന്ന് അദ്ദേഹത്തിനറിയാം. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും അതിന് പ്രതിഫലം നൽകാൻ തയ്യാറായി അദ്ദേഹം തന്റെ പേഴ്സ് പുറത്തെടുക്കുകയാണ്. ഒരു മിറക്കിൾ പേയ്മെന്റ് നൽകാനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം. പണമോ സമയമോ അവിടെ ഒരു പ്രശ്നമേ ആയിരുന്നില്ല. ആ ഫാക്ടറി ഉടമയെ സംബന്ധിച്ച് ആ രാത്രി അവിടെ നടന്നത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. 1000-ങ്ങളോ 10,000-ങ്ങളോ വിൻസെന്റ് ചോദിച്ചാലും അദ്ദേഹം സന്തോഷത്തോടെ കൊടുക്കുമായിരുന്നു. കാരണം അത്രയും വലിയൊരു നഷ്ടത്തിൽ നിന്നാണ് വിൻസെന്റ് അദ്ദേഹത്തെ രക്ഷിച്ചത്. ശരിയാണ്. പക്ഷേ വിൻസെന്റിന്റെ മറുപടിയാണ് എന്നെ ശരിക്കും സ്പർശിച്ചത്. ഇത് എന്റെ സന്തോഷമാണ് എന്നു പറഞ്ഞുകൊണ്ട് ആ പണം വാങ്ങാൻ അദ്ദേഹം വിസമ്മതിക്കുകയാണ്. തനിക്ക് യാതൊരു മുൻപരിചയവുമില്ലാത്ത പരിമിതമായ ചുറ്റുപാടിൽ നിന്ന് അസാധ്യമായ ഒന്ന് ചെയ്യാൻ കഴിഞ്ഞതിലൂടെ ലഭിച്ച ആത്മസംതൃപ്തിയാണ് തന്റെ യഥാർത്ഥ പ്രതിഫലം എന്നദ്ദേഹം പറയുന്നു. ഈ ഇന്നത്തെ കാലത്ത് പണത്തിനു മീതെ പരുന്തും പറക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ലോകത്ത് ഇതൊരു വലിയ കാര്യമല്ലേ? നമ്മൾ മനുഷ്യരുടെ മനഃശാസ്ത്രം പരിശോധിച്ചാൽ ഇതിനൊരു കൃത്യമായ ഉത്തരമുണ്ട്. ആധുനിക ലോകത്ത് നമ്മളൊക്കെ ജോലി ചെയ്യുന്നത് പണത്തിനു വേണ്ടിയാണ്. നമ്മൾ അതിനെ സാമ്പത്തിക ഭദ്രത എന്ന് വിളിക്കും. പക്ഷേ പണത്തേക്കാൾ വലുതായി വേറെയുമുണ്ടല്ലോ. അതെ, പണത്തേക്കാൾ ഉപരിയായി മനുഷ്യൻ ആഗ്രഹിക്കുന്ന ആന്തരികമായ ചില പ്രചോദനങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജോലിയുടെ ഫലം നേരിട്ട് കാണാൻ പലപ്പോഴും നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അത് ശരിയാ. എന്നാൽ വിൻസെന്റിനെ സംബന്ധിച്ച് തന്റെ കഴിവുപയോഗിച്ച് അസാധ്യമായതൊന്ന് സാധ്യമാക്കി എന്ന് സ്വയം ബോധ്യപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു ആവേശമുണ്ട്. തന്റെ ബുദ്ധി ഉപയോഗിച്ച് മറ്റൊരാളുടെ ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധി ഇല്ലാതാക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യം.
ആ സന്തോഷത്തിനു മുന്നിൽ പണം വളരെ ചെറുതാണ്. ഒരു യഥാർത്ഥ മനുഷ്യൻ എന്ന നിലയിൽ തന്റെ മൂല്യം തിരിച്ചറിയുന്ന നിമിഷമാണത്. എന്നെ ജീവിതകാലം മുഴുവൻ ഓർക്കും കുറന്നു പറഞ്ഞോണ്ടാ ആ വൃദ്ധനും ഡ്രൈവറും അവിടെ നിന്ന് മടങ്ങുന്നത്. ആലോചിച്ചു നോക്കൂ, രാത്രി 9:30 കടയടക്കാൻ നേരം ഉണ്ടായൊരു ശല്യം എന്ന് കരുതി വിൻസെന്റ് അവരെ അപ്പോൾ തന്നെ മടക്കി അയച്ചിരുന്നെങ്കിലോ? അത് വെറും ഒരു ശൂന്യമായ രാത്രിയായി മാറുമായിരുന്നു. അതെ, പിറ്റേന്ന് കാലത്ത് ഓർക്കാൻ പോലും ഒന്നുമില്ലാത്ത ഒരു സാധാരണ ദിവസം. എന്നാൽ ആ ഒരൊറ്റ തീരുമാനത്തിലൂടെ ആ നിമിഷം എന്നും അഭിമാനത്തോടെ ഓർക്കാൻ കഴിയുന്നൊരു മനോഹരമായ അനുഭവമായി മാറി. ഇത് വെറുമൊരു ഇരുമ്പ് കഷ്ണം മുറിച്ചതിന്റെ മാത്രം കഥയല്ല, മറിച്ച് മനുഷ്യർ തമ്മിലുള്ള അദൃശ്യമായ ബന്ധത്തെക്കുറിച്ചും നമ്മൾ പരസ്പരം എങ്ങനെ താങ്ങായി നിൽക്കുന്നു എന്നതിനെക്കുറിച്ചും കൂടിയുള്ളതാണ്. തീർത്തും ശരിയാണ്. നമ്മൾ പരസ്പരം എങ്ങനെയാണ് കണക്റ്റഡായിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഇന്നത്തെ ലോകത്ത് നമ്മൾ പലപ്പോഴും വളരെ സ്പെഷ്യലൈസ്ഡ് ആയ ജോലികളാണ് ചെയ്യുന്നത്. ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, ഞാൻ അക്കൗണ്ടന്റാണ്, എനിക്ക് എന്റെ കാര്യം മാത്രമേ അറിയൂ എന്നൊരു ചിന്താഗതി. അതെ, എല്ലാവരും അവരവരുടെ ചെറിയ ലോകത്താണ്. സ്വന്തം കംഫർട്ട് സോണിൽ ഒതുങ്ങി നിൽക്കാനാണ് നമ്മളിൽ പലരും ആഗ്രഹിക്കുന്നത്. എന്റെ ജോലിയല്ല, എനിക്കിതറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ വളരെ എളുപ്പമാണ്. എന്നാൽ വിൻസെന്റ് കാണിച്ചു തന്നത് ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ധൈര്യമാണ്. അവിടെ പരാജയപ്പെടാനുള്ള സാധ്യതകൾ ഏറെയുണ്ടായിട്ടും തനിക്ക് മുന്നിൽ നിൽക്കുന്ന മനുഷ്യന്റെ നിസ്സഹായത കണ്ടപ്പോ സഹജീവി സ്നേഹമെന്ന ഒറ്റ വികാരത്തിൽ അദ്ദേഹം ആ വെല്ലുവിളി ഏറ്റെടുത്തു. ഒരു വ്യക്തിയുടെ ചെറിയൊരു സഹായം, ഒരു ചെറിയ ആസ്പിരിൻ ഗുളികയുടെ പകുതി മാത്രം വലുപ്പമുള്ള ഒരു ഇരുമ്പ് കഷ്ണം, ഒരു വലിയ ഫാക്ടറിയുടെ ഹൃദയമിടിപ്പ് നിലനിർത്തി. അതെ, ആ ഒരു ചെറിയ ചുവടുവെപ്പാണ് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അടച്ചുപൂട്ടാൻ പോകുന്ന ഒരു കടയിൽ നിന്നും തുടങ്ങി തീർത്തും നിരാശനായ ഒരു ഫാക്ടറി ഉടമയിലൂടെ കടന്നുപോയി വെറും ഒരു മരക്കഷ്ണത്തിന്റെ സഹായത്തോടെ നിർമ്മിച്ചെടുത്ത തീരെ ചെറിയൊരു ലോഹകഷ്ണത്തിലൂടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒരു ഓർമ്മയായി മാറിയ ഈ സംഭവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളതും ഇതുതന്നെയാണ്. നിങ്ങളുടെ തൊഴിൽ പരിധിക്ക് പുറത്തുള്ള ഒരു കാര്യത്തിനായി മറ്റൊരാളെ സഹായിക്കാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഒരുപക്ഷേ നിങ്ങൾക്ക് വലിയ ഉപകരണങ്ങളോ സാങ്കേതിക പരിജ്ഞാനമോ ഉണ്ടായേക്കില്ല, പക്ഷേ സഹായിക്കാനുള്ള മനസ്സുണ്ടായിട്ടുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്. ഓരോരുത്തരും അവരവരുടെ ജോലികൾ മാത്രം നോക്കിപ്പോകുന്ന ഇന്നത്തെ ഈ ലോകത്ത് നമ്മുടെ ചുറ്റുമുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇത്തരം ചെറിയ പ്രായോഗിക ബുദ്ധിയും സഹാനുഭൂതിയും നമുക്ക് നഷ്ടപ്പെടുകയാണോ എന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ടിയിരിക്കുന്നു. ഈ ചോദ്യം നിങ്ങളിലേക്ക് തന്നെ ഞാൻ വിടുകയാണ്. നിർമ്മിക്കാൻ വലിയ ലേസർ കട്ടിംഗ് മെഷീനുകളൊന്നും വേണ്ടി വന്നില്ല. വെറുമൊരു മരക്കഷ്ണവും ഒരു കൊച്ചു വാളും പിന്നെ അതിലുപരി ഒരു മനുഷ്യനെ സഹായിക്കണമെന്ന വലിയ മനസ്സും മാത്രം മതിയായിരുന്നു. അതെ, മനസ്സ് തന്നെയാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ഈ വിശദമായ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ഏതൊരു വലിയ പ്രതിസന്ധിക്കും പരിഹാരം കാണാൻ നമ്മൾ വലിയ യന്ത്രങ്ങളെയും സങ്കീർണമായ സംവിധാനങ്ങളെയും തന്നെ ആശ്രയിക്കേണ്ടതില്ല. ചിലപ്പോൾ നമ്മുടെ കൈകളിലെ ചെറിയൊരു മരക്കഷ്ണവും ഇത്തിരി സഹാനുഭൂതിയും മാത്രം മതിയാകും എന്നോർമ്മിപ്പിക്കുന്നു. വീണ്ടും കാണാം. ഗുഡ് ബൈ.